ശ്രീലങ്കയുമായിട്ടുള്ള ആദ്യ ടെസ്റ്റ് മത്സരം വിജയിച്ചതോടുകൂടിയിട്ട് ടെസ്റ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പിലെ ഫൈനൽ പ്രതീക്ഷ വർദ്ധിച്ചിരിക്കുകയാണ് കേട്ടോ. ഇന്ത്യയുടെ പോയിന്റ് ടേബിളിൽ നിലവിൽ 4ാം സ്ഥാനക്കാരായിട്ടാണ് കേട്ടോ ഇന്ത്യ നിൽക്കുന്നത്. നിലവിൽ ഒന്നാം സ്ഥാനക്കാരായിട്ട് ഓസ്ട്രേലിയയും, 2ാം സ്ഥാനക്കാരായിട്ട് സൗത്ത് ആഫ്രിക്കയും, 3ാം സ്ഥാനക്കാർ ന്യൂസിലൻഡുമാണ് കേട്ടോ ഉള്ളത്. എന്നാൽ ഇന്ത്യക്ക് നിലവിൽ 8 മത്സരങ്ങളാണ് ബാക്കിയുള്ളത്. ഈ 8 മത്സരങ്ങളിലും നിർണായകമായിട്ടുള്ള മത്സരങ്ങളായതുകൊണ്ട് തന്നെ അതിലെല്ലാം വിജയിച്ചാൽ മാത്രമാണ് കേട്ടോ ഇന്ത്യക്ക് ഫൈനൽ പ്രതീക്ഷ ഉറപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റും ടീമുകളുടെ മത്സര ഫലവും കൂടി കാത്തു നിൽക്കേണ്ട അവസ്ഥ വരും കേട്ടോ ഇന്ത്യനെ സംബന്ധിച്ച്. നിലവിൽ ഇന്ത്യക്ക് ശ്രീലങ്കയുമായിട്ട് ഒരു മത്സരമാണ് കേട്ടോ ബാക്കിയുള്ളത്. ആ മത്സരത്തിൽ വിജയിച്ച് പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞു പറഞ്ഞാൽ ടേബിളിൽ 3ാം സ്ഥാനക്കാരായിട്ട് മാറാനുള്ളൊരു സാധ്യത കൂടിയിട്ട് ഇന്ത്യക്ക് കാണുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് നോക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ മാസത്തിൽ ന്യൂസിലാൻഡിൽ വെച്ചിട്ട് ന്യൂസിലാൻഡുമായിട്ടാണ് കേട്ടോ 2 ടെസ്റ്റ് മത്സരങ്ങൾ നടക്കാനായിട്ട് പോകുന്നത്. അത് അവരുടെ നാട്ടിൽ വെച്ച് നടക്കുന്ന മത്സരം ആയതുകൊണ്ട് തന്നെ അവർക്കായിരിക്കും കേട്ടോ സാധ്യത കൂടുതൽ. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നീട് അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് ഓസ്ട്രേലിയയുമായിട്ടാണ് കേട്ടോ അടുത്ത 5 മത്സരങ്ങൾ നടക്കാനായിട്ട് പോകുന്നത്. ആ 5 മത്സരങ്ങൾ നടക്കുന്നത് ഇന്ത്യയിൽ വെച്ച് ആയതുകൊണ്ട് തന്നെ ഇന്ത്യക്കാണ് മുൻതൂക്കം കൂടുതൽ. എന്നാൽ അവസാനമായിട്ട് ഓസ്ട്രേലിയയുമായിട്ട് നടന്ന ഇന്ത്യയിൽ നടന്ന പരമ്പര എടുത്ത് നോക്കുന്ന സമയത്ത് ഓസ്ട്രേലിയ ആയിരുന്നു കേട്ടോ ആ ഒരു പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയൻ ടീം ഒരുപാട് പ്രതീക്ഷകളോടുകൂടി ഇന്ത്യയിലേക്ക് വണ്ടി കയറാനായിട്ട് പോകുന്നത്. അതുമാത്രമല്ല ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പര കഴിയുന്നതോടുകൂടിയിട്ട് ജൂൺ മാസത്തിൽ ഇംഗ്ലണ്ടിലെ ഓവലിൽ വെച്ചിട്ടാണ് ഫൈനൽ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ ഫൈനൽ നടക്കാനായിട്ട് പോകുന്നത്. 5 ടെസ്റ്റുള്ള പരമ്പരകൾ ആയതുകൊണ്ട് തന്നെ ഈ ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിൽ വിജയിക്കുന്ന ടീമായിരിക്കും മിക്കവാറും ടെസ്റ്റിലെ ചാമ്പ്യൻഷിപ്പിലെ ഫൈനൽ കളിക്കാനായിട്ട് പോകുന്ന ടീം കേട്ടോ. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയ എന്തായാലും ടേബിൾ ടോപ്പറായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയയെ വിജയിച്ച് ആ ഒരു ഫൈനലിസ്റ്റായിട്ട് പോവുക എന്ന് തന്നെയായിരിക്കും കേട്ടോ ഇന്ത്യയുടെ ലക്ഷ്യം.